അലൈക്കും വറഹമത്തുള്ള. ലാസ്റ്റ് ചാപ്റ്ററായ ഓർഗനൈസേഷണൽ കൾച്ചറാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഓർഗനൈസേഷണൽ കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയർഡ് വാല്യൂസ്, വിശ്വാസം, ബിലീവ്സ്, നോംസ്, പ്രാക്ടീസസ് ദാറ്റ് ഗൈഡ് എംപ്ലോയീസ് ബിഹേവിയർ. ഒരു കമ്പനിയിലോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലോ ഉള്ള എംപ്ലോയികളുടെ ബിഹേവിയറിനെ നയിക്കുന്ന അല്ലെങ്കിൽ അവരെ സ്ട്രക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനിൽ തന്നെ രൂപപ്പെട്ടു വരുന്ന വാല്യൂസ് അല്ലെങ്കിൽ വിശ്വാസങ്ങൾ, രീതികൾ, അനുഷ്ഠാനങ്ങൾ, ഇതൊക്കെയാണ് ഓർഗനൈസേഷണൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ ഒരു ഓർഗനൈസേഷൻ്റെ പേഴ്സണാലിറ്റിയെ എന്ത് ചെയ്യാൻ സാധിക്കും, റെപ്രസെൻറ്റ് ചെയ്യുന്നു. അത് എംപ്ലോയീസിനെ എങ്ങനെ തിങ്ക് ചെയ്യുന്നു, ഫീൽ ചെയ്യുന്ന ആക്റ്റീവ് വർക്ക് പ്ലേസിൽ എങ്ങനെ എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ നടത്തുന്നു എന്നൊക്കെ ഇത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അല്ലെങ്കിൽ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇതൊക്കെ എങ്ങനെ നടക്കണം എന്നൊക്കെ ഈ കൾച്ചറിലൂടെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഈസ് എ സിസ്റ്റം ഓഫ് ഷെയർഡ് മീനിങ് ഹെൽപ്പ് മൈ മെമ്പേഴ്സ് ദാറ്റ് ഡിസ്റ്റിങ്വിഷസ് വൺ ഓർഗനൈസേഷൻ ഫ്രം അനദർ. മറ്റൊരു ഓർഗനൈസേഷനെ വ്യത്യസ്തമാക്കുന്ന ഒരു ഷെയർഡ് മീനിങ്, മെമ്പേഴ്സിൻ്റെ ഇടയിലൊരു ഷെയർഡ് മീനിങ് അല്ലെങ്കിൽ ഒരു കൾച്ചറിനെ അല്ലെങ്കിൽ രീതികളെയാണ് എന്ത് പറയുന്നത് ഓർഗനൈസേഷണൽ കൾച്ചർ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ നാച്ചർ എന്ന് പറയുന്നത് ഷെയർഡ് ആയിരിക്കും, എല്ലാ മെമ്പേഴ്സിലും ഇത് കാണാൻ സാധിക്കും. പിന്നെ ലേൺഡ് ആയിരിക്കും, ഇൻട്രാക്ഷനിലൂടെയൊക്കെ അവർ പഠിച്ചെടുക്കുന്നതാണ്. പിന്നെ സ്റ്റാബിളാണ്, ചെറിയ ചെറിയ മാറ്റങ്ങൾ മെല്ലെ മെല്ലെ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇത് റിട്ടേൺ ഒന്നായിരിക്കില്ല, അൺറിട്ടേൺ ആയിട്ട് തന്നെ ഇങ്ങനെ ഒരു കൾച്ചർ ഇങ്ങനെ രൂപപ്പെട്ട് വരുന്നതായിരിക്കും. പിന്നെ ഇൻഫ്ലുവൻഷ്യലാണ്, ഒരാളുടെ ബിഹേവിയറിനെ, ആറ്റിറ്റ്യൂഡ്സിനൊക്കെ ഇത് സഹായിക്കുന്നു. പിന്നെ എലമെൻറ്റ്സ് ഓഫ് ഓർഗനൈസേഷണൽ കൾച്ചർ, ഇതിന് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒന്നാമത്തെ വാല്യൂസാണ്, പിന്നെ ബിലീഫ്സ്, നോംസ്, ആറ്റിറ്റ്യൂഡ്സ്, ട്രഡീഷൻസ്, സിംബൽസ്, റിച്വൽസ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഓർഗനൈസേഷണൽ കൾച്ചറിൻ്റെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ടൈപ്പുകളാണ്. ഒന്നാമത്തെ ടൈപ്പ് ഡോമിനൻ്റ് കൾച്ചറാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ എംപ്ലോയീസിൻ്റെ ഇടയിലും ഈ കൾച്ചർ എല്ലാ എംപ്ലോയീസിൻ്റെ ഇടയിലും കാണപ്പെടുന്നുണ്ടായിരിക്കും. ഇതാണ് വേറൊരു ഓർഗനൈസേഷൻ നമ്മുടെ ഓർഗനൈസേഷന് എന്ത് ചെയ്യാൻ പറ്റുക, ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഐഡൻറ്റിറ്റി നൽകുന്നത് ഈ ഒരു കൾച്ചറായിരിക്കും. പിന്നെ അടുത്ത സബ് കൾച്ചറാണ്. ഇത് ചെറിയ ചെറിയ ഗ്രൂപ്പിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചു വരുന്ന ആൾക്കാരുടെ ഇടയിൽ ചെറിയൊരു കൾച്ചറുണ്ട്. അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ കുറേ സെക്രട്ടറിമാരുണ്ട്, അവരുടെ ഇടയിലൊരു കൾച്ചറുണ്ട്. അങ്ങനത്തെ കൾച്ചറിനെയാണ് ചെറിയൊരു ടൈപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ചെറിയൊരു ഗ്രൂപ്പിൻ്റെ ഇടയിലാണ് സബ് കൾച്ചർ. ഇനി അടുത്ത് സ്ട്രോങ് കൾച്ചറും വീക്ക് കൾച്ചറുണ്ട്. സ്ട്രോങ് കൾച്ചർ എന്നുണ്ടെങ്കിൽ ഡീപ്ലി ഷെയർഡ് ആയിട്ടുള്ള വാല്യൂസാണ്. ഇതാണ് ഹൈ കമ്മിറ്റ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ് ഉണ്ടാക്കുന്നത്. എംപ്ലോയീസിൻ്റെ നല്ല കമ്മിറ്റ്മെൻറ്റ് ഇതിലൂടെ ഉണ്ടാകുന്നത്. ഇത് ബിഹേവിയറിൽ വലിയ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. പിന്നെ വീക്ക് കൾച്ചർ അത്ര ഷെയർഡ് ആയിരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഴ്സൺ ടു പേഴ്സൺ അങ്ങനെ ഷെയർ ആവില്ല, ഇൻഫ്ലുവൻസും കുറവായിരിക്കും. പിന്നെ അടുത്ത് ഫങ്ഷൻസാണ്. പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ കൾച്ചർ പെർഫോംസ് ദ ഫോളോയിങ് ഫങ്ഷൻസ്. ഈ ഓർഗനൈസേഷണൽ കൾച്ചറിൻ്റെ ഫങ്ഷനുകളാണെന്ന് പറയുന്നത്, അതൊന്നാമത്തത് ഒരു ഓർഗനൈസേഷന് ഒരു ക്ലിയർ ഐഡൻറ്റിറ്റി വേറെ ഓർഗനൈസേഷനിൽ നിന്ന് വ്യത്യസ്തത നൽകുന്നു. പിന്നെ ഒരു നല്ല കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നു എംപ്ലോയീസിൻ്റെ ഇടയിൽ. പിന്നെ സോഷ്യൽ സ്റ്റാബിലിറ്റി ഒരു ഓർഗനൈസേഷന് നൽകുന്നു. പിന്നെ എംപ്ലോയി ബിഹേവിയറിനെ കൃത്യമായി ഗൈഡ് ചെയ്യുന്നു. പിന്നെ ഒരു ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് ഉണ്ടാക്കുന്ന ഈ ഒരു കൾച്ചറാണെന്ന് പറയപ്പെടുന്നത്. പിന്നെ ക്രിയേറ്റിംഗ് ആൻഡ് സസ്റ്റെയിനിങ് ഓർഗനൈസേഷണൽ കൾച്ചർ, ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുക, പിന്നെ ഇത് സസ്റ്റെയിൻ ചെയ്യിക്കുക എങ്ങനെയാണെന്നുള്ളതാണ്. ഇപ്പോൾ സസ്റ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഒന്നാമത്തേത് ഫൗണ്ടേഴ്സ് ഫിലോസഫി. ഇപ്പം ഈ കമ്പനി ഉണ്ടാക്കിയ ഒരാളുണ്ടാവും, അയാളുടെ ഫിലോസഫിക്ക് അനുസരിച്ചായിരിക്കും ഇതിൻ്റെ കൾച്ചർ രൂപപ്പെട്ടു വരിക. പിന്നെ ടോപ്പ് മാനേജ്മെൻറ്റ് ബിഹേവിയർ, ഇതിൻ്റെ ടോപ്പിലിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും, അവരുടെ ഇതിനനുസരിച്ചായിരിക്കും ഇത് ഉണ്ടാകുന്നതും സസ്റ്റെയിൻ ചെയ്യുന്നതൊക്കെ. പിന്നെ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ, പിന്നെ സെലക്ട് ചെയ്യുന്ന ആൾക്കാർ റിക്രൂട്ട് ചെയ്യുന്ന എങ്ങനത്തെ ആൾക്കാരാണെന്ന് വെച്ചിട്ട്. പിന്നെ ട്രെയിനിങ് ആൻഡ് സോഷ്യലൈസേഷൻ, ഈ കമ്പനി എങ്ങനെയാണ് ട്രെയിൻ ചെയ്യുന്നത്, സോഷ്യലൈസ് ചെയ്യുന്നതൊക്കെ അനുസരിച്ചിരിക്കും. പിന്നെ റിവാർഡ് സിസ്റ്റം, ഈ ഓർഗനൈസേഷൻ്റെ അകത്തുള്ള റിവാർഡ് സിസ്റ്റം എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നത്, ഇതിനൊക്കെ അനുസരിച്ചിരിക്കും
ഓർഗനൈസേഷണൽ കൾച്ചർ രൂപപ്പെടുന്നതും പിന്നെ സസ്റ്റെയിൻ ചെയ്യുന്നതും. പിന്നെ ഓർഗനൈസേഷണൽ കൾച്ചർ ആൻഡ് എംപ്ലോയി ബിഹേവിയർ ഇത് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈ കൾച്ചർ എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും, നല്ല മോട്ടിവേഷൻ ഇതിലൂടെ കിട്ടാൻ സാധിക്കും, പിന്നെ അതിലൂടെ നല്ലൊരു ജോബ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ പെർഫോമൻസ് കൂട്ടാൻ സാധിക്കും, പിന്നെ കമ്മിറ്റ്മെൻറ്റ് കമ്പനിയോട് നല്ലൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്നു. അപ്പോൾ ഒരു നല്ല കൾച്ചർ ഒരു ഓർഗനൈസേഷൻ്റെ ഒരു നല്ല മൂഡ് ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ നല്ല കൾച്ചർ ക്രിയേറ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്നു. അപ്പോൾ ഇത് കീ എലമെൻ്റ് ഓഫ് ഓർഗനൈസേഷൻ്റെ ഒരു കീ എലമെൻറ്റ് തന്നെയാണ്. അപ്പം ഒരു എംപ്ലോയിയുടെ ബിഹേവിയർ എന്ത് ചെയ്യാൻ പറ്റും, ഓർഗനൈസേഷൻ്റെ പെർഫോമൻസിനെ ബാധിക്കുന്നു. അപ്പം നല്ല കൾച്ചറുകൾ, ലോങ് ടേം കൾച്ചറുകൾ ഓർഗനൈസേഷൻ്റെ സക്സസ്സിനെ സഹായിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഓർഗനൈസേഷൻ ബിഹേവിയർ എന്നുള്ള പാർട്ടിൽ നമുക്ക് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും.